നെടുങ്കണ്ടത്തുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഇടുക്കിയിലെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയാണ് ബാധിച്ചിട്ടുള്ളത്. പലയിടങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങളടക്കം തകർന്നുപോയി. നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാം. ഇതായിരുന്നു നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടം. സഞ്ചാരികൾ ഒഴുകിയെത്തിയിരുന്ന ഹൈറേഞ്ചിന്റെ വശ്യസുന്ദരി. നെടുങ്കണ്ടത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തൂവൽ വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകി. വെള്ളച്ചാട്ടത്തിനു മുകളിലെ വ്യൂ പോയിന്റിൽ സ്ഥാപിച്ചിരുന്ന നടപ്പാലവും സുരക്ഷാ ക്രമീകരണങ്ങളും തകർന്നുപോയി. വെള്ളം ഇറങ്ങിയപ്പോഴേക്കും ഇതാണ് അവസ്ഥ. നിരവധി ടൂറിസ്റ്റുകളും എല്ലാം അടിക്കടി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഈ തൂവലരുവിൽ സഹിതം അതിശക്തമായിട്ടുള്ള വെള്ളമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അടിഞ്ഞുകൂടിയ കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറമായിട്ടുള്ളൊരു വെള്ളമാണ് ഈ തൂവിലേക്ക് എത്തിയത്. അതുകൊണ്ട് നിരവധി പേർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപകടാവസ്ഥയിലാണ് വ്യൂ പോയിന്റും വിനോദസഞ്ചാര കേന്ദ്രവും. എന്തുമാത്രം ആൾക്കാരാണ് വന്നു പോകുന്നത്. അപ്പോൾ ഇവർക്കൊരു വേലിയൊന്ന് പിടിച്ചു നിൽക്കാനോ, ഞങ്ങളൊരു 3 മണിക്ക് മുമ്പിൽ ഈ ചപ്പും വേസ്റ്റും എല്ലാം ഞങ്ങൾ മാറ്റും. അതൊക്കെ ഇപ്പം നിലവിൽ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. വരുന്നവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള 2 സെക്യൂരിറ്റികൾ അത്യാവശ്യമുണ്ട്. വെള്ളം ഇറങ്ങിയതോടെ വിനോദസഞ്ചാരികൾ വീണ്ടും തൂവലിലേക്ക് എത്തുന്നുണ്ട്. മഴവെള്ളപ്പാച്ചിലിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ തകർന്നത് അറിയാതെയാണ് ഇവരുടെ വരവ്. ഉടൻ നവീകരണം നടത്തിയില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായേക്കും. തൂവൽ വെള്ളച്ചാട്ടം ഒരു ഉദാഹരണം മാത്രമാണ്. മലവെള്ളപ്പാച്ചിലിൽ ഇടുക്കിയുടെ ടൂറിസം സാധ്യതകളുടെ വലിയൊരു ഭാഗം നശിച്ചു പോയിട്ടുണ്ട്. കൃത്യമായ ഇടപെടലുകളില്ലെങ്കിൽ അവ വീണ്ടെടുക്കുന്നത് ദുഷ്കരമാകും. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.